സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണം, വകുപ്പ് മന്ത്രിമാരറിയാതെ പല കാര്യങ്ങളിലും അമിതാവേശം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ പ്രഖ്യാപിത നയപരിപാടികളിൽ ഉഴപ്പുന്നു. കേന്ദ്ര ഗതാഗത നിയമം നടപ്പിലാക്കൽ, എയ്ഡഡ് സ്കൂൾ ശമ്പള ബില്ല് ഉത്തരവ് തുടങ്ങിയവ വകുപ്പ് മന്ത്രിമാർ പോലും അറിയാതെയാണ് പുറത്തിറക്കിയത്. അതേസമയം സർക്കാരിന്റെ അഭിമാന പദ്ധതികളായ കണക്ട് ടു വർക്ക്, സ്ത്രീ സുരക്ഷ, ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് തുടങ്ങിയവയിൽ മെല്ലെപ്പോക്കാണ്. ഭരണമാറ്റം മുന്നിൽ കണ്ടാണ് ഉദ്യോഗസ്ഥ നീക്കം എന്നാണ് സൂചന. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഒരു ഭരണമാറ്റം മുന്നിൽ കണ്ട ഏതൊക്കെ രീതിയിലുള്ള നീക്കങ്ങളാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നു വരുന്നത്? രണ്ടാഴ്ചക്കിടെ സർക്കാരുമായി ആലോചിക്കാതെ ഉദ്യോഗസ്ഥർ കൈക്കൊണ്ട 3 സുപ്രധാന തീരുമാനങ്ങളാണ് ഒടുവിൽ മന്ത്രിമാർക്ക് തന്നെ ഇടപെട്ട് പിൻവലിക്കേണ്ട വന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിലൊന്ന് ഈ കേന്ദ്ര ഗതാഗത നിയമം കേരളത്തിലും ബാധകമാക്കാനുള്ള നീക്കമാണ്. അതായത് ഗതാഗത നിയമലംഘനത്തിന് ചുമത്തുന്ന പിഴ 45 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വാഹനത്തിന്റെ ഫിറ്റ്നസ് പുതുക്കലിനെ അടക്കം ബാധിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത നിയമം. ഇത് കേരളത്തിലും ഉണ്ടാകുമെന്നാണ്, അത് ബാധകമാകുമെന്നാണ് സംസ്ഥാന ഗതാഗത കമ്മീഷണർ അറിയിച്ചത്. പക്ഷെ തൊട്ടു പിന്നാലെ മന്ത്രി കെ വി ഗണേഷ്കുമാറിന് നേരിട്ട് ഇടപെട്ട് പരിഷ്കാരം നടപ്പിലാക്കുന്നത് തടയേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് വിവാദമായ എയ്ഡഡ് സ്കൂൾ ശമ്പള ബിൽ ഉത്തരവ്. അത് ധനമന്ത്രി മരയിപ്പിക്കേണ്ടി വന്നത് 2ാം വട്ടമാണ്. ഒരിക്കൽ പിൻവലിക്കേണ്ടി വന്ന ഉത്തരവ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വീണ്ടും വന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം കൂടി ശക്തമാണ്. അതുപോലെ തന്നെ MR അജിത് കുമാർ, എക്സൈസ് കമ്മീഷണർ, അദ്ദേഹത്തിന്റെ ഒരു വിവാദ ഉത്തരവുണ്ടായിരുന്നു. എക്സൈസ് മന്ത്രിക്ക് എക്സൈസ് ഉദ്യോഗസ്ഥർ അകമ്പടി പോകണമെന്ന നിർദ്ദേശം. അതും പക്ഷേ മന്ത്രി ഇടപെട്ട് തന്നെ തിരുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ജനപ്രിയ പദ്ധതികൾ പലതും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണത്തെ തുടർന്ന് നടക്കാത്ത അവസ്ഥയാണുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ 20 ലക്ഷത്തിലേറെ പേരെ ഉൾപ്പെടുത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിൽ പക്ഷേ ഇപ്പോഴും അത് 13 ലക്ഷം മാത്രം എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. വരുമാന പരിധി 5 ലക്ഷമായി വർദ്ധിപ്പിച്ച് നൽകിയിട്ട് പോലും ഇതാണ് അവസ്ഥ. മാത്രമല്ല അതിൽ ഈ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സെർവർ അടക്കമുള്ളവ ഇപ്പോഴും കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന പരാതി കൂടി ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം ഈ കണക്ട് ടു വർക്ക് പദ്ധതിക്കും കാര്യമായ അപേക്ഷകളെ കിട്ടാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലാണ്. അതുപോലെയാണ് വളരെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ചതാണ് ഈ സർക്കാരിന്റെ നവകേരള സർവേ. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നോ ഒന്നും കാര്യമായ പ്രതികരണം കിട്ടാത്തതിനെ തുടർന്ന് അതും പാതി വഴിയിലായിരിക്കുന്ന അവസ്ഥയാണ്. അതിനൊപ്പം പറയേണ്ടത് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് പരിപാടിയാണ്. അതിലിപ്പോ ഉദ്യോഗസ്ഥർ ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്ന് ആ പദ്ധതിയും ഏതാണ്ട് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ്. എന്തായാലും വകുപ്പ് മന്ത്രിമാർ പോലും അറിയാതെയുള്ള ഇടപെടലുകൾ, ഉത്തരവുകൾ പുറത്തിറക്കുകയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. സുനിൽ ഐസക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.